ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യലായ ഒരു ഐറ്റമാണ്. മധുരം കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ഒട്ടും കുറ്റബോധമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ക്രീമി ക്യാരറ്റ് സേമിയ പായസമാണ്. ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പോലും ഇത് വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ ചാനലിലെ മത്തങ്ങ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ടും ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കിത് ഒരു കുക്കർ എടുക്കാം. അതിലോട്ട് 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. 2 ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായി കട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കുക്കറിലോട്ട് നമ്മുടെ ക്യാരറ്റ് കട്ടാക്കിയത് ചേർത്തി കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. ഇനി നമുക്ക് എയറൊക്കെ പോയിട്ട് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നിങ്ങളിതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി മിക്സിയുടെ ജാറിലോട്ട് ക്യാരറ്റ് ചേർത്തി കൊടുക്കാം. ഇനി നമുക്കിത് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഗ്രേറ്റ് ചെയ്യേണ്ട സമയമൊന്നും നമുക്ക് വേസ്റ്റ് ആവില്ല. അങ്ങനെ ചെയ്തെടുക്കുന്ന ക്യാരറ്റ് പായസം ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ടുള്ളതാണ്. ഇനി നമുക്കിത് അരച്ച് വെച്ച് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് നമുക്കിത് 1 കപ്പ് നമ്മുടെ സേമിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ സേമിയയും ക്യാരറ്റും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പായസം തന്നെയാണിത്. ചേർത്തിട്ട് നമുക്കിത് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതായിട്ടോ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഇനി പാൽ ഒഴിച്ചെടുക്കണം കേട്ടോ. ഒരു പാക്കറ്റ് പാലാണ് 250 ml കപ്പിന് 2 കപ്പ് പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മുടെ സേമിയൊക്കെ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും വേണേ. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ അവിടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് 3 ഏലക്ക നമുക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് തൊണ്ടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതിയേ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സേമിയയും ചെറുതായിട്ട് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മിക്സാക്കി നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, ആ മിക്സും കൂടിയും ഇതിലോട്ട് ചേർത്തി കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാലിൽ വെന്ത് ക്യാരറ്റ് സേമിയയും ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ടൻസ് മിൽക്കൊന്നും ചേർക്കാതെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ഈ വേവിച്ചെടുത്ത ക്യാരറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടാണല്ലോ ഇതിൽ ചേർക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിൽ നല്ല നാച്ചുറൽ ഓറഞ്ച് നിറം കിട്ടാനും അതുപോലെ ഓരോ സ്പൂൺ കുടിക്കുമ്പോൾ നല്ല ക്രീമി ഫീൽ കിട്ടാനും ഇത് സഹായിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ക്യാരറ്റ് കഷ്ണങ്ങളായി കിട്ടുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യുന്നത് അവർക്ക് ഒട്ടും തിരിച്ചറിയാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ പായസം ഉണ്ടാക്കിയത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ക്യാരറ്റ് സേമിയ പായസം തയ്യാറാക്കിയതെന്ന് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് അടിപൊളി സൂപ്പർ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള ലളിതമായ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ഇറ്റ്സ് മീ യാസി സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.